എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ സ്നേഹ വന്ദനം. പ്രിയപ്പെട്ടവരെ, ചില നാളുകളായിട്ട് ദൈവികതയുടെ രഹസ്യം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. ദൈവികതയിൽ ക്രിസ്തുവിനുള്ള സ്ഥാനം, ക്രിസ്തു ആര് എന്നുള്ളത് ഒരു കലർപ്പുമില്ലാതെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങളും ഞാനും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വൈ ക്രൈസ്റ്റ് came as only begotten son or son of God or son of man. എന്തുകൊണ്ട് ക്രിസ്തു ഏക ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു? അപ്രകാരം തന്നെ എന്തുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവപുത്രനായി ഇറങ്ങി വന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിച്ചു? അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നു? അപ്രകാരം തന്നെ why Christ himself called son of man, എന്തുകൊണ്ട് ക്രിസ്തു സ്വയം മനുഷ്യപുത്രൻ എന്ന് തന്നെ വിളിച്ചു, തന്നെ വിശേഷിപ്പിച്ചു? ഈ കാര്യങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതിലെന്താ പ്രത്യേകത, ഇതിലെന്ത് പ്രത്യേകതയുണ്ട്, ഇതിൽ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. എന്നാൽ ഒരു യഹൂദൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന്, ഒരു ജൂയിഷ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഈ കാര്യം കേട്ടാൽ മാത്രമേ നമുക്കതിൻ്റെ കാര്യം മനസ്സിലാവൂ. ഈ പറഞ്ഞ വാക്കുകളെല്ലാം, അതായത് ദൈവത്തിൻ്റെ ഏകജാതൻ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്നുള്ള ഈ പദങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് ക്രിസ്തുവും ദൈവവും ഒന്നാണ് എന്നാണ്. വൈ ക്രൈസ്റ്റ് came as only begotten son or son of God or son of man, because Christ is equal with God. ക്രിസ്തു ദൈവവുമായി സമനായതുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഇറങ്ങി വന്നത്. ഏകജാതനായ പുത്രൻ്റെ അർത്ഥം ദൈവപുത്രൻ എന്നാണ്. ദൈവപുത്രൻ എന്നാൽ മനുഷ്യപുത്രനും ആണ്. ഇത് നമുക്ക് ആ ഒരു ജൂയിഷ് പേഴ്സ്പെക്റ്റീവിൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇതാണ് അതിൻ്റെ സത്യം. ഇത് യഹൂദന്മാർക്ക് മനസ്സിലായി. എന്നാൽ കർത്താവ് പറഞ്ഞത് താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് ആ ഒരു സത്യസന്ധമായ നിലവാരത്തിൽ മനസ്സിലായില്ല. പക്ഷേ അവർക്കിത് കേട്ടപ്പോൾ ഇത് അവർക്ക് ദൈവദൂഷണമായി തോന്നി എന്ന് മാത്രവുമല്ല, അവർ കർത്താവിനെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. ഈ ഒരു കാര്യം കൊണ്ട് മാത്രം. എന്താ കാര്യം? താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതിലൂടെ താനും ദൈവവും സമനാണ് എന്ന് കർത്താവ് അവകാശപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ താനും ദൈവവും ഒന്നാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. മറ്റേ ആർക്കും മനസ്സിലായില്ല. ഇന്നും പലർക്കും അത് മനസ്സിലാകുന്നുമില്ല. പലരും ചോദിക്കുന്നു, യേശു എവിടെ ദൈവമെന്ന് പറഞ്ഞു എന്നൊക്കെ. കർത്താവ് പറയേണ്ടതെല്ലാം പറയേണ്ട രീതിക്ക് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് ഒരു ജൂയിഷ് പേഴ്സ്പെക്റ്റീവിലാണ്. കാരണം കർത്താവ് അഡ്രസ്സ് ചെയ്തത് യഹൂദന്മാരെയാണ്. കർത്താവ് സംസാരിച്ചത് യഹൂദന്മാരോടാണ്. എന്നാൽ ഇന്ന് യഹൂദനെന്നോ യവനനെന്നോ മറ്റ് യാതൊരു ജാതിയെന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്തു ആരെന്ന് വചനത്തിൽ നിന്ന് സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ്. ഈ ഒരു സത്യത്തെ മനസ്സിലാക്കി തന്നെ മുൻപോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞത്, ക്രിസ്തുവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചത്, കൊല്ലുവാൻ തക്കം പാത്തത് എല്ലാറ്റിനും കാരണം ക്രിസ്തു ആരെന്ന് ക്രിസ്തു വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. ക്രിസ്തു തന്നെ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടാണ്. താൻ ദൈവമാണ് എന്ന്
കർത്താവിൻ്റെ കൃപയാൽ അവരോട് വ്യക്തമായിട്ട് സംസാരിച്ചതുകൊണ്ടാണ്. എന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സത്യം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ് മനസ്സിലാക്കി തന്നാൽ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായിട്ട് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നമ്മുടെ കൂട്ടായ്മയോ പിതാവിലും പുത്രനായ ക്രിസ്തുവിലുമത്രേ എന്ന് വ്യക്തമായി പറയുന്നു. ആ കൂട്ടായ്മ പിതാവിലും പുത്രനിലുമാണ്, എന്നാൽ അത് പരിശുദ്ധാത്മാവിനാലാണ്. കാരണം നാം പരിശുദ്ധാത്മാവിനാലാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ വ്യക്തമായ രീതിയിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം ഏകനാണ്. ദൈവത്തെയും അരുമനാഥനായ യേശുക്രിസ്തുവിനെയും നാം വേർതിരിച്ച് കാണരുത്. ദൈവത്തിൻ്റെയും, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ഏക ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ ആത്മാവെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്, വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനല്ല, ഒരു വ്യക്തിയല്ല. പരിശുദ്ധാത്മാവ് പരിശുദ്ധ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവായിട്ട് കാണേണ്ട നിലവാരത്തിൽ ഭയഭക്തി ബഹുമാനത്തോടെ വേദപുസ്തകം പറയുന്നത് പോലെ തന്നെ കാണണം. ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ലോകത്തിൻ്റെ പാപം ചുമക്കുവാൻ ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ ആവശ്യമില്ല. ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മെ മാറ്റുവാൻ ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ ആവശ്യമില്ല. ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് താൻ മനുഷ്യനായി ഇറങ്ങി വന്ന ആ അരുമനാഥനായ ക്രിസ്തുവിനെ ആരെല്ലാം സ്വീകരിക്കുന്നുണ്ടോ അവർക്കെല്ലാം തൻ്റെ ആത്മാവിനെ അളവുകൂടാതെ കൊടുക്കുകയാണ്. ആരെല്ലാം പുത്രനെ സ്വീകരിക്കുന്നുവോ അവർക്കെല്ലാം നിത്യജീവനുണ്ട്. ഈ പരമാർത്ഥ സത്യത്തെ മനസ്സിലാക്കി ആ സത്യത്തിൽ ഉറച്ച് നിന്നു വേണം നമുക്ക് മുൻപോട്ട് പോകുവാൻ. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചേ പറ്റൂ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വചനത്തിലേക്ക് ഞാൻ വരും. എന്നാൽ ആ വചനത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നിങ്ങളെ ഒന്ന് ഒരുക്കുക, ആ വചനം മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളെ ഒന്ന് ഒരുക്കുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ഉദ്യമം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. God is the only one who fulfills all the God-given prophecies. ദൈവത്തിന് മാത്രമേ ദൈവത്താൽ നൽകപ്പെട്ട പ്രവചനങ്ങളെ നിവർത്തിയാക്കുവാൻ കഴിയൂ. മനസ്സിലാക്കണം. ഞാൻ അതൊന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാം, അതായത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വരുമ്പോൾ നിവർത്തിയാകേണ്ട പ്രവചനങ്ങൾ എല്ലാം അത് ദൈവത്തിന് മാത്രമേ നിവർത്തിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിനെ തന്നെ ഒന്ന് വ്യക്തമാക്കാം. അതായത് ദൈവത്തിൽ നിന്ന് വരുന്ന പ്രവചനങ്ങൾ എല്ലാം ദൈവത്തിന് മാത്രമേ നിവർത്തിയാക്കുവാൻ കഴിയൂ. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് വരുന്ന പ്രവചനങ്ങളെല്ലാം തന്നെ ദൈവത്തിന് മാത്രമേ അത് നിവർത്തിയാക്കുവാൻ കഴിയൂ. God is the only one who fulfills all the God-given prophecies. എന്നാൽ ഇവിടെ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. Here we can see Christ is fulfilling all the God-given prophecies. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, പുതിയ നിയമം വായിക്കുമ്പോൾ, സ്തോത്രം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, നാം കർത്താവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ, when we walk with Jesus through the Gospels, we see Christ is fulfilling all the prophecies concerning him which was spoken by the Holy Spirit from God our Father. പിതാവായ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പ്രവാചകന്മാർ പ്രവചിച്ച ഓരോ പ്രവചനങ്ങളും ക്രിസ്തു നിവർത്തിയാക്കുന്നത് കാണാം.
വേദപുസ്തക ചരിത്രത്തിൽ പ്രവചന നിവർത്തീകരണമായി ജനിച്ചതും ജീവിച്ചതും മരിച്ചതും മരിച്ചിട്ടുയർത്തെഴുന്നേറ്റതും സ്വർഗാരോഹണം ചെയ്തതും ആത്മാവിനെ നമുക്ക് തന്നതും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനും വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുന്നതുമായിട്ട് ആരെയും നമുക്ക് ലോക ചരിത്രത്തിലും കാണാൻ കഴിയില്ല, വേദപുസ്തക ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. അത് ക്രിസ്തു മാത്രമാണ്. കാരണം ക്രിസ്തു ദൈവമായതുകൊണ്ടാണ്. ക്രിസ്തു ദൈവമാണോ എന്നറിയുവാനായിട്ട് നിങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മാത്രം ഒന്ന് കണ്ടാൽ മതി, വാർത്തകൾ കണ്ടാൽ മാത്രം മതി ക്രിസ്തു ദൈവമാണോ ക്രിസ്തു സത്യമാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഈ സത്യത്തെ തിരിച്ചറിയുവാൻ എല്ലാവർക്കും ഭാഗ്യമില്ല എന്നതൊരു ദുഃഖ സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഏവർക്കും വേണ്ടി ഭരിച്ചു. കർത്താവായ യേശു ക്രിസ്തു മുഖപക്ഷം കാണിച്ചിട്ടേ ഇല്ല. പക്ഷേ കർത്താവിനെ ആര് സ്വീകരിക്കുമെന്നും കർത്താവിനെ ആര് അന്വേഷിക്കുമെന്നും മനുഷ്യരാശിയിൽ മുഴുവനും ആരെല്ലാമെന്ന് കർത്താവിന് അറിയാം. അവർ കർത്താവിനെ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർ കർത്താവിനോടുകൂടെ ചേർന്ന് കൊണ്ടേയിരിക്കുന്നു. അവർ നശിച്ചു പോകില്ല. പ്രിയപ്പെട്ടവരെ, മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും, അല്ലെങ്കിൽ പഴയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയും, സൗഖ്യമാക്കുന്നത് ദൈവമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സൗഖ്യമാക്കുന്നത് ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ ദൈവം സൗഖ്യമാക്കുമ്പോൾ പുതിയ നിയമത്തിൽ ക്രിസ്തു സൗഖ്യമാക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ട്. ഗാഡ് ഈസ് ദ ഹീലർ. ഹിയർ ക്രൈസ്റ്റ് ഈസ് ദ ഹീലർ. ഏവരും പറയാറുണ്ട്, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ത്രൂ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ് ഐ ആം ഹീൽഡ്. ഒരു കാര്യം ഞാൻ പറയാം, ഇൻ ദ നെയിം ഓഫ് ജീസസ് യു ക്യാൻ ബി ഹീൽഡ്. ദർ ഇസ് നോ അതർ നെയിം ദാറ്റ് ഈസ് ഗിവൺ ടു ദ ഹ്യൂമാനിറ്റി. മനുഷ്യരാശിക്ക് നൽകപ്പെട്ട മറ്റൊരു നാമമില്ല സൗഖ്യം പ്രാപിക്കുവാൻ. വൈ? എന്തുകൊണ്ട്? Because Christ is God in the flesh, or Christ is the one who came in the form of a man. ക്രിസ്തു മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആ സമത്വമെല്ലാം ഉപേക്ഷിച്ച് വെറും മനുഷ്യനായി ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ഈ സത്യം, ഈ തിരുവചന സത്യം നിങ്ങളേവരും മനസ്സിലാക്കണം. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് നിങ്ങളിത് അറിയണമെന്നത്. കാരണം ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാനാണ്. നമുക്ക് ആഡമിനെ എടുക്കാം. ആഡം എന്താണ് ചെയ്തത്? ആഡമിനോട് കർത്താവ് പറഞ്ഞത് എന്താണ്? തോട്ടത്തിൽ നടന്നുകൊള്ളുക, എന്തെല്ലാം അവിടെ കഴിക്കാൻ പറ്റുമോ അതെല്ലാം കഴിക്കുക, ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം കഴിക്കരുത്, അത്ര തന്നെ. സ്തോത്രം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈനോക്കിനെ കാണാം. അദ്ദേഹം ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അദ്ദേഹത്തെ എടുത്തു എന്ന് വ്യക്തമായി കാണുന്നു. പിന്നീട് നോഹ വരുന്നു. നോഹയോട് കർത്താവ് എന്താ പറയുന്നത്? ഒരു പെട്ടകം നിർമ്മിക്കുക, ഫ്ലഡ് വരാൻ പോവുകയാണ്. അങ്ങനെ നോഹയും നോഹത്തിൻ്റെ കുടുംബവും പെട്ടകത്തിലൂടെ കടന്ന് രക്ഷപ്രാപിച്ചു. പിന്നത്തേതിൽ എന്താണ് കാണുന്നത്? പിന്നത്തേതിൽ ഭാഷ കലങ്ങിപ്പോകുന്നു. പിന്നത്തേതിൽ അബ്രഹാമിൻ്റെ കാലം വരുന്നു. അബ്രഹാമിൻ്റെ കാലം വരുമ്പോഴും അവിടെ അബ്രഹാം ദൈവത്തെക്കുറിച്ചൊന്നും നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ല. നോഹയും നമുക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്നില്ല. എന്നാൽ നമുക്ക് ആഡമും, അതായത് ആദാമും നമുക്ക് ദൈവത്തെക്കുറിച്ചൊന്നും വെളിപ്പെടുത്തി തരുന്നില്ല. നമുക്ക് അബ്രഹാമിൻ്റെ കാലം കഴിയുമ്പോൾ ഗോത്രപിതാക്കന്മാരുടെ കാലം വരുന്നു. അവരും യോസേഫ്, അവരാരും തന്നെ ദൈവത്തെക്കുറിച്ച് നമുക്കൊന്നും പറഞ്ഞു തരുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മോശയുടെ കാലഘട്ടം കാണാം. മോശെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ല, പക്ഷേ മോശെ ന്യായപ്രമാണത്തെ കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ ന്യായാധിപന്മാരുടെ കാലഘട്ടം വരികയാണ്. അവിടെ യോശുവയെ കാണാം, അവിടെ കാലബിനെ കാണാം, അവിടെ ഗിഡിയനെ കാണാം, മറ്റ് പല ന്യായാധിപന്മാരെ കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് പുരോഹിതനായ ശമൂവേലിനെ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാജാക്കന്മാരെ കാണാം. നമുക്ക് സൗളിനെ കാണാം, ശൗലിനെ കാണാം, നമുക്ക് ദാവീദിനെ കാണാം, ശലോമോനെ കാണാം, ശലോമോന്റെ സന്തതികളെ കാണാം, പിന്നെ രാജ്യം രണ്ടായി വിഭാഗിച്ചുള്ള രാജാക്കന്മാരെ കാണാം. അവരാരും തന്നെ ദൈവത്തെക്കുറിച്ച് എക്സ്ക്ലൂസീവായിട്ട് പരിപൂർണമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല. ശലോമോൻ ജ്ഞാനികളുടെ ജ്ഞാനിയാണ്. ഈ ലോകത്തെക്കുറിച്ച് സകല ജ്ഞാനവും അദ്ദേഹം അന്വേഷിച്ചു. പക്ഷേ ദൈവത്തിന്റെ ജ്ഞാനം അദ്ദേഹം അന്വേഷിച്ചതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം ദൈവത്തിന്റെ ജ്ഞാനം മാത്രം അന്വേഷിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം നശിച്ചും പോകത്തില്ല.
പിന്നീട് പ്രവാചകന്മാരെ കാണാം. പ്രവാചകന്മാർ ഇസ്രായേലിനെ കുറിച്ച്, വരുവാനുള്ളതിനെ കുറിച്ച്, എന്നാൽ ഇടയ്ക്ക് കർത്താവിനെ കുറിച്ചും എല്ലാം പ്രവചിച്ചു. പക്ഷേ എക്സ്ക്ലൂസീവായിട്ട്, പരിപൂർണമായിട്ട് ദൈവത്തെ വെളിപ്പെടുത്തി തരുന്ന നിലവാരത്തിൽ, ദൈവമാരെന്ന് വെളിപ്പെടുത്തി തരുന്ന നിലവാരത്തിൽ, ദൈവവും നാമുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന നിലവാരത്തിൽ ഒരു പ്രവാചകന്മാരും, ഒരു രാജാക്കന്മാരും, ഒരു ഗോത്രപിതാക്കന്മാരും, ആദ്യ പിതാക്കന്മാരും ആരും തന്നെ സംസാരിച്ചില്ല, പ്രവർത്തിച്ചില്ല. നമുക്കത് കാണാൻ കഴിയില്ല. എന്നാൽ യേശു ക്രിസ്തു ദൈവത്തോട് സമനായവൻ, ദൈവമായവൻ, മനുഷ്യനായി ഇറങ്ങി വന്നവൻ, നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. അതാണ് യേശുക്രിസ്തുവിന്റെ യുണീക്നെസ്. അതാണ് യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കർത്തൃനാമത്തിൽ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ നമ്മുടെ പാപം ക്ഷമിച്ചു. നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ നമ്മെ നീതീകരിച്ചു. നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ നമ്മെ ദിനവും വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ മധ്യസ്ഥനായിരിക്കുന്നു. നാം തെറ്റിപ്പോകാതിരിപ്പാൻ നമ്മുടെ ഇടയനായിരിക്കുന്നു. നാം തൻ്റേത് മാത്രമായിരിക്കാൻ നമ്മെ തൻ്റെ ശരീരത്തിന്റെ ഭാഗവും താൻ നമ്മുടെ തലയുമായി നമ്മെ ആ സഭയോട് ചേർത്തിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും നമുക്ക് കാണാൻ കഴിയില്ല. ദിസ് ഈസ് ദ യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ്. ഇതാണ് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മോശെ മനുഷ്യ ചരിത്രത്തിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത അത്ഭുതങ്ങളെ ചെയ്തു. പക്ഷേ മോശയ്ക്ക് ഒരിക്കൽ പോലും ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ കഴിഞ്ഞില്ല. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. ക്രിസ്തു 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 വചനം ജഡമായി തീർന്നവൻ, ദൈവമായ വചനം, ദൈവത്തിന്റെ വചനം, സർവ സൃഷ്ടിയുടെയും ആധാരമായ വചനം. എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു സത്യത്തെ ആത്മാവിൽ ഉണരുവാൻ കഴിയുന്നുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിനെ അല്ല അവിടെ കാണാൻ കഴിയുന്നത്, നമുക്ക് പിതാവിനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് പിതാവിനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ശിഷ്യൻ പറഞ്ഞു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. പഴയ നിയമത്തിൽ ഒരു മനുഷ്യനും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അവകാശമില്ല. യാവേ, ജാതികൾ ദൈവത്തിന്റെ നാമം എടുക്കാതിരിക്കാൻ വേണ്ടി അവർ യാവേ എന്ന് വിളിക്കുന്നതിന് പകരം അവർ യഹോവ എന്ന് വിളിച്ചു. എന്നാൽ അവർ വിളിച്ചു യാവേ, യാഹ്, ദ കവനന്റ് ഗാഡ് ഓഫ് ഇസ്രായേൽ. അവർക്ക് അവരുടെ ദൈവത്തിന്റെ നാമം നാവിൽ എടുക്കാൻ പോലും ഭയമാണ്. അവർ തോറ ആ കാലഘട്ടത്തിൽ എഴുതുമ്പോൾ കർത്താവിന്റെ നാമം എവിടെയെങ്കിലും എഴുതേണ്ടി വന്നാൽ ആ പേനയുടെ അല്ലെങ്കിൽ ആ തുവലിന്റെ നിബ് ഒടിച്ചു കളഞ്ഞ് അത് പിന്നെ ഉപയോഗിക്കത്തില്ല. ഒരു രീതിയിലും ദൈവത്തിന്റെ നാമം അനാവശ്യമായിട്ടോ ആവശ്യത്തിനായാൽ പോലും അവരെടുക്കത്തില്ല എന്ന് അവരുടെ നാവിൽ. തീർത്തും അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉരുവിടുന്ന ഒരു നാമമായിരുന്നു ദൈവത്തിന്റെ നാമം. ആ സ്ഥാനത്ത് നിന്ന്, ഇത് ജോയിഷ് കോണ്ടസ്റ്റിൽ യഹൂദന്മാരുടെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കിയാലേ ഇതിന്റെ എല്ലാം ഗൗരവം നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കിത് വെറും കഥ കേൾക്കുന്നത് മാത്രമായിരിക്കും ഇത്. എന്നാൽ ആ കോണ്ടസ്റ്റിൽ നിന്ന് ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഇരുന്നാലും അബ്ബാ, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുവാൻ യേശു ക്രിസ്തുവിന്റെ നാമം നമ്മെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. പഴയ നിയമത്തിൽ നമുക്ക് പിതാവേ എന്ന് വിളിക്കാൻ കഴിയാതിരിക്കുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്
നമുക്ക് ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വെറുതെ വിളിക്കാനല്ല, ആ അബ്ബാ പിതാവിന്റെ ആത്മാവിനെ പ്രാപിച്ച് രുചിച്ചറിഞ്ഞുകൊണ്ട് വിളിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. വെറുതെ അല്ല, അധികാരത്തെ തന്നിരിക്കുകയാ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ഗൗരവം അപ്രകാരം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ വെറുതെ പിതാവും പുത്രനും ഒന്നാണെന്ന് പറയാൻ ഇരിക്കുന്നതല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗൗരവം എന്ത്, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അരുമനാഥന്റെ യുണീക്നെസ് എന്ത്, ഗൗരവം എന്ത്, ഓതന്റിസിറ്റി എന്ത്, ആധികാരികത എന്ത് എന്ന് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണരണ്ട. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിനോട് സഹായം ചോദിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉണർത്തണം. അതാണ് ദൈവ ഇഷ്ടം. ദാറ്റ്സ് ദ വിൽ ഓഫ് ഗാഡ് ഇൻ യുവർ ലൈഫ്. പ്രിയമുള്ളവരെ, ഈ സത്യത്തെ നിങ്ങൾ ഗ്രഹിക്കണം. ഈ സത്യത്തിൽ നിങ്ങൾ നിലനിൽക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയേണ്ട നിലവാരത്തിൽ, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയേണ്ട ആ ആഴത്തിൽ, ആ വീതിയിൽ, ആ ഉയരത്തിൽ, ആ നീളത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അറിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത്, അതായത് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും കർത്താവായിരിക്കണം ഒന്നാമത്. ആ നിലവാരത്തിൽ കർത്താവ് എന്റെയും നിങ്ങളുടെയും ഫസ്റ്റ് ലവ് ആയിരിക്കണം, ആദ്യ സ്നേഹമായിരിക്കണം കർത്താവ്. ആ നിലവാരത്തിൽ കർത്താവിൽ ഞാനും നിങ്ങളും വളർന്നു വരണം. എന്തുകൊണ്ട് നാം ദൈവസ്നേഹത്തിൽ, കർത്താവിൽ, ക്രിസ്തുവിൽ വളർന്നു വരണം? ബിക്കോസ് ഗാഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. എന്നാൽ നമുക്ക് ആ സ്നേഹത്തെ ക്രിസ്തുവിലൂടെ മാത്രമേ കാണുവാൻ കഴിയൂ. മോശയിലൂടെ കാണാൻ കഴിയില്ല, ദാവീദിലൂടെ കാണാൻ കഴിയില്ല, പ്രവാചകന്മാരിലൂടെ കാണാൻ കഴിയില്ല, അബ്രഹാമിലൂടെ കാണാൻ കഴിയില്ല, ആഡമിലൂടെ കാണാൻ കഴിയില്ല, ഈനോക്കിലൂടെ കാണാൻ കഴിയില്ല, നോഹയിലൂടെ കാണാൻ കഴിയില്ല, ചെറുതും വലുതുമായ പ്രവാചകന്മാരിലൂടെ കാണാൻ കഴിയില്ല, ബൈബിളിലെ രാജാക്കന്മാരിലൂടെ കാണാൻ കഴിയില്ല, ബൈബിളിലെ ന്യായാധിപന്മാരിലൂടെ കാണാൻ കഴിയില്ല, ബൈബിളിലെ പ്രവാചകന്മാരിലൂടെ കാണാൻ കഴിയില്ല. എന്നാൽ സ്വയം ദൈവമായവൻ യേശുക്രിസ്തു, മനുഷ്യനായി ഇറങ്ങി വന്നവൻ, ദൈവത്തിന്റെ ഏകജാതനായവന്റെ തേജസ്സായി തന്നെ ഇറങ്ങി വന്നവൻ, ആ സ്നേഹത്തെ തന്നിലൂടെ, ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. God is love. Here we can see the exact love of God in Christ exclusively. തന്റെ ജനനത്തിൽ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ കാണാം, തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കാണാം, തന്റെ വാക്കുകളിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കാണാം, തന്റെ നോട്ടത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കാണാം, തന്റെ ഓരോ ശ്വാസത്തിലും ദൈവത്തിന്റെ സ്നേഹത്തെ കാണാം. യോഹന്നാൻ അരുമനാഥനായ യേശുക്രിസ്തുവിന്റെ മാർവോട് ചേർന്നിരുന്നു. തന്റെ ശിഷ്യന്മാർ ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞപ്പോൾ അവരെല്ലാവരും ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഇഞ്ചിഞ്ചായി ചാകുവാനായിട്ട്, രക്തസാക്ഷികളാകുവാനായിട്ട് തങ്ങളുടെ ജീവനെ വച്ചുകൊടുത്തു. യേശു ക്രിസ്തുവിന് മഹത്വം. പ്രിയമുള്ളവരെ, ഈ മാർഗം സത്യമായതുകൊണ്ടാണ് ക്രിസ്തുവിനോട് കൂടെ നടന്നവർ ഈ മാർഗത്തിന് വേണ്ടി തങ്ങളുടെ ജീവനെ വച്ചുകൊടുത്തത്. ഈ സത്യത്തെ നാം തിരിച്ചറിയണം. അവർ ഈ സ്നേഹത്തെ അനുഭവിച്ചു. അവർ ക്രിസ്തുവിൽ പിതാവിന്റെ സ്നേഹത്തെ കണ്ടു. അവർ ക്രിസ്തുവിൽ പിതാവിനെ കണ്ടു. അതാണ് കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത്. നാം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ആ പിതാവിനെ കാണണം. അപ്രകാരം ആയിത്തീരുവാൻ നമ്മെ സഹായിക്കുവാൻ വേണ്ടിയാണ് സാക്ഷാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നത്. ഈ സത്യത്തെ ഗ്രഹിക്കുവാൻ, ഈ സത്യത്തിൽ നിലനിൽക്കുവാൻ
എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. വചനത്തിൽ നിന്ന് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ചോദിക്കണം, ചോദിക്കാതിരിക്കരുത്. ആമേൻ.